ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മളെല്ലാവർക്കും സദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മെയിൻ ഐറ്റം ഉണ്ട്. എന്താല്ലേ? പപ്പടം. അപ്പോൾ പപ്പടം ഇല്ലാത്ത സദ്യ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്താ പറയുക, ഒരു ഫിനിഷ് കിട്ടില്ലല്ലേ നമുക്ക് ആ സദ്യക്ക്. അതുപോലെ തന്നെ ഈ പപ്പടം നമുക്ക് വെറും ഊണിനാണെങ്കിലും ശരി, വേറെ എന്തെങ്കിലുമൊക്കെ ഫുഡിനാണെങ്കിലും ശരി, അപ്പോൾ എന്തിനാണെങ്കിലും ശരി, നമ്മൾ പായസം കഴിക്കുമ്പോൾ അതിനൊരു പപ്പടം കിട്ടിയാലേ. അപ്പം നമ്മുടെ മലയാളികളുടെ ലൈഫിൽ നല്ല പ്രധാനമുള്ള ഒരു സാധനമാണ് പപ്പടം. അപ്പോൾ ഇന്ന് നമുക്കൊരു പപ്പടം മേക്കിംഗ് വീഡിയോ ആയാലോ? നമുക്ക് ഹക്കീം ഇക്കാൻ്റെ പപ്പടം കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് എവിടെയാണെന്ന് വെച്ചാൽ ആലത്തൂർ തോണിപ്പാടം അവിടെയാണ് കേട്ടോ. ഇവരുടെ ഈ പപ്പടം ഉണ്ടാക്കുന്ന ഈ വീഡിയോ എടുക്കാൻ ഒരു കാരണമുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് വെറുതെ പോയതാണ്. അപ്പോൾ നല്ല ഹൈജീനിക്കായിട്ട് നല്ല ഫ്രഷായിട്ട് പപ്പടം ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ അങ്ങനെ എടുത്തതാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ നമ്മൾ ഒത്തിരി സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ടാകും ഈ പപ്പടം ഉണ്ടാക്കി കഴിഞ്ഞാൽ വെയിലത്ത് വെക്കുക, റോഡ് സൈഡിലായിട്ടും മുറ്റത്തായിട്ടൊക്കെ ആയിരിക്കും. പക്ഷെ ഇവിടേക്ക് അങ്ങനെയല്ല കേട്ടോ. നേരിട്ട് വീട്ടിൻ്റെ ടെറസിലാണ് പപ്പടം ഉണ്ടാക്കുന്നതും ഉണക്കുന്നതൊക്കെ നല്ല ഹൈജീനിക്കോട് കൂടിയിട്ടാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ഉണ്ടാക്കാൻ മെയിനായിട്ട് ഉഴുന്നപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഉഴുന്നപ്പൊടി, സോഡാപ്പൊടി, പിന്നെ അവൻ്റെ ജിഞ്ചർ ഓയിൽ, അങ്ങനെയുള്ള എന്തൊക്കെയോ കുറേ ഐറ്റംസ്, സോഡാപ്പൊടിയും അങ്ങനെയുള്ള ഐറ്റമൊക്കെ ഒഴിച്ചിട്ട് നന്നായി കുഴയ്ക്കുകയാണ് കേട്ടോ. നന്നായി കുറേ നേരം കുഴയ്ക്കണം. അത് കുഴയ്ക്കാനേ അവർക്ക് അറിയുള്ളൂ കേട്ടോ. അപ്പം നല്ല വലിച്ചൊക്കെ കുഴയ്ക്കണം. അപ്പോൾ ഇതേ കുഴയൊക്കെ കഴിഞ്ഞിട്ട് ഇതേപോലെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് വേണം കേട്ടോ അത് മുറിച്ച് കട്ട് ചെയ്തെടുക്കാൻ. അതിന് ശേഷം ആ പപ്പടം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ കുഞ്ഞു ബോൾസിൽ പൊടി ഇടുകയാണ് കേട്ടോ. എന്താ വെച്ചാൽ അത് ഒട്ടി നിൽക്കാതെ സെപ്പറേറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലോണം എല്ലാത്തിലും പൊടി തേക്കുകയാണ് കേട്ടോ. നമ്മൾ സിമ്പിളായിട്ട് പപ്പടം പൊടിച്ച് കഴിക്കണ പോലെ അത്ര ഈസി അല്ല കേട്ടോ പപ്പടം മേക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ. എന്താ വെച്ചാൽ നല്ല പണിയുണ്ട് കേട്ടോ. കുഴയ്ക്കണം, കുഞ്ഞു ബോളായി കട്ടോ. അതൊരു 3-4 സ്റ്റെപ്പായിട്ട് അങ്ങനെ വരും കേട്ടോ. ഇതിൽ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ മെഷീനൊന്നുമില്ല, ഫുൾ ഹാൻഡ് മെയ്ഡായിട്ടാണ്. മാവ് കുഴയ്ക്കാനോ പരത്താനോ എല്ലാം ഒന്നിനും തന്നെ ഒരു മെഷീനോ ഒരു കാര്യങ്ങളും യൂസ് ചെയ്യുന്നില്ല. അവർ കൈ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് വീഡിയോയിൽ കാണാൻ കഴിയും. അപ്പോൾ അതുപോലെ ഈ മാവിലെല്ലാത്തിലും പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി പരത്തലാണ്. അപ്പോൾ കുഴയ്ക്കൽ കഴിഞ്ഞു, കട്ടിങ് കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ പരത്തലാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കില്ലേ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു ഇതാണ്. പക്ഷെ അതുപോലെ അല്ല കേട്ടോ. ഇതുപോലെ ഇത്രേ പരത്തുള്ളൂ, കുഞ്ഞേതാക്കിയിട്ട്. ബാക്കിയൊക്കെ കൈ കൊണ്ടുള്ള പരത്തലാട്ടോ. അപ്പോൾ ഈ അവൻ്റെ കയ്യിലുള്ള സ്റ്റിക്ക്, ഇതാണ് പപ്പടം പരത്തുന്ന സ്റ്റിക്ക് കേട്ടോ. അപ്പോൾ സാധാ വേറെ സ്റ്റിക്കുകളൊന്നും അല്ല അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ അവർ കുഞ്ഞേതാക്കി പരത്തിയിട്ട് ഒരു കവറിൻ്റെ ഉള്ളിലാണ് ഇട്ട് വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ അത് ഉണങ്ങിപ്പോകും. അപ്പോൾ ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് കൈ കൊണ്ട് പരത്താൻ സാധിക്കില്ല. അപ്പോൾ അവർ എന്താ വെച്ചാൽ കവറിലിടുകയാണ്. അപ്പോൾ അതിന് ശേഷം കണ്ടോ ആ എല്ലാം പരത്തിയ സംഭവത്തിന് എല്ലാത്തിനെയും ഒരുപാട് പരത്തിയിട്ടുണ്ട്. ഈ പൊടി അതിൽ എന്തിനാ ചേർക്കണമെന്ന് വെച്ചാൽ നമ്മുടെ പപ്പടം ഒട്ടാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പരത്തി കഴിഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ എല്ലാം സെപ്പറേറ്റായി കിട്ടണം. അപ്പോൾ അതിനാണ് ഓരോന്നും എടുത്തതുപോലെ മാവിലിടുന്നത് കേട്ടോ. ഇനിയാണ് നമ്മളത് എങ്ങനെയാണ് പരത്തുകയെന്ന് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് കേട്ടോ, എല്ലാം കുറേ പപ്പടത്തിന് ഇങ്ങനെ ഒരുമിച്ച് വെച്ചതിന് ശേഷം കൈയും കൊണ്ട് ഇങ്ങനെ കണ്ടോ 2 തള്ളവിരൽ ഉപയോഗിച്ച് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് ഈ ഒരു വലിപ്പമാക്കിയിട്ട് മാറ്റണത് കേട്ടോ. എന്താ പറയുക, നമ്മൾ ഉപയോഗിച്ച് ബാക്കിയുള്ള പൊടി, ഒരുപാട് പൊടി വേണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പൊടി മാത്രം എടുത്ത് ബാക്കിയുള്ള പൊടി റിമൂവ് ചെയ്യുന്ന സ്റ്റെപ്പാണ് കേട്ടോ. അതിങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ കുടയുന്ന സമയത്ത് ആ പൗഡറൊക്കെ, ആവശ്യമില്ലാത്ത പൗഡറൊക്കെ താഴെ വീഴുന്ന കാണാം കേട്ടോ. പിന്നെയും അത് സെയിം സ്റ്റെപ്പ് തന്നെ വീണ്ടും ചെയ്യാം കേട്ടോ. പരത്തിയിട്ട് ഇങ്ങനെ ഒരു 2-3 വട്ടം 2-3 പ്രാവശ്യം ഇങ്ങനെ എന്താ പറയുക കൈ കൊണ്ട് നമ്മൾ ഇങ്ങനെ പരത്തിയിട്ടാണ് കേട്ടോ നമ്മൾ നോർമലായി ഉപയോഗിക്കുന്ന ആ പപ്പടത്തിൻ്റെ ആ ഒരു സൈസിൽ എത്തിക്കുക. അപ്പോൾ ഞാനൊക്കെ ആദ്യം വിചാരിച്ചത് പപ്പടം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ളൊരു സംഭവമാണ്. മാവ് കുഴയ്ക്കണം, പിന്നെ നമ്മളിങ്ങനെ ചപ്പാത്തി പരത്തണ പോലെ ഒറ്റ സ്റ്റെപ്പുള്ളൂ. കുഴയ്ക്കുക, അല്ല 2 സ്റ്റെപ്പ് കേട്ടോ. കുഴയ്ക്കുക, പിന്നീട് പരത്തുക, അത്ര പണിയുള്ളൂ വിചാരിച്ചു. പിന്നെ ഇത് കണ്ടപ്പോഴാട്ടോ മനസ്സിലായത് ആദ്യം കുഴയ്ക്കണം, പിന്നെ കുഞ്ഞു പീസാക്കണം, പിന്നെ കുഞ്ഞേതായിട്ട് പരത്തണം, പിന്നെ അതിൽ പൊടിയിടണം, വീണ്ടും കൈ കൊണ്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ വട്ടത്തിൽ ഇതാക്കി വലുതാക്കണം, പിന്നെയും പൊടിയിലിടണം, പിന്നെയും പൊടി കളയണം, പിന്നെയും അതേ സ്റ്റെപ്പ് ഒരു 3-4 പ്രാവശ്യം ആയിക്കഴിഞ്ഞാൽ സംഭവം വലുതാവും കേട്ടോ. അപ്പോൾ ഇനി അങ്ങനെ നമ്മൾ ലാസ്റ്റായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ പപ്പടം ഉണക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി മുകളിൽ ചാക്കൊക്കെ വിരിച്ച് പപ്പടം ഉണക്കിയെടുത്തു കേട്ടോ. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അതിന് ശേഷം നമ്മൾ ഇക്കാനടുത്ത് കുറച്ച് പപ്പടമൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ആലത്തൂർ തോണിപ്പാടത്താണ് കേട്ടോ ഈ പപ്പടം ഉള്ളത്. അപ്പോൾ നമ്മുടെ ഇക്കാൻ്റെ പേര് ഹക്കീം എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ഇക്കാനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ടാക്കും. ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പപ്പടങ്ങൾ മേടിക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ഓർഡറുകളും കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്നതാണ്.